സർ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗികളെല്ലാം വായിച്ച് മനസ്സിലാക്കി വരുന്നു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു നെഗറ്റീവ് വശം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഗൂഗിൾ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അപ്പം പ്രമേഹ നിർണയം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ട് ഇത്തരം സ്വന്തമായി പല ചികിത്സാ രീതികളും കണ്ടുപിടിച്ച്, അത് വ്യായാമം തന്നെ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ, പ്രമേഹ നിർണയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർദ്ദേശവും സ്വീകരിക്കാതെ വ്യായാമം തുടങ്ങുകയോ അല്ലെങ്കിൽ മറ്റ് ചികിത്സാ രീതികൾ സ്വീകരിക്കുകയോ ചെയ്യുക. അതിനെപ്പറ്റി സാർ എന്താണ് പറയുന്നത്? എനിക്കൊന്ന് ഈ ഗൂഗിളിന് ഗുണവും ദോഷമുണ്ട്. അതായത് ഇപ്പം നമ്മളൊരു ചികിത്സ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് ഗൂഗിളിൽ അവരത് സെർച്ച് ചെയ്ത് നോക്കുന്നതിൽ അപാകതയില്ല. പക്ഷേ ഗൂഗിളിൽ അത് അവർ സെർച്ച് ചെയ്യുന്ന രീതി ചിലപ്പോൾ തെറ്റായിരിക്കും. ഇപ്പോൾ ഒരു മരുന്നിൻ്റെ പേരടിച്ചൊരു സൈഡ് ഇഫക്റ്റ് നോക്കും, അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാതായിരിക്കും മരുന്നിൻ്റെ പേര് ക്യാൻസർ നോക്കും. അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ളത് കിട്ടാനായിട്ട് തേടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാരും ചോദിക്കും, അയ്യോ ഡോക്ടർ റോസിഗ്ലിച്ചസോൺ എഴുതി തന്നു, ഇപ്പോൾ റോസിഗ്ലിച്ചസ് ഇപ്പോൾ ഇല്ല, പൈഗ്ലിച്ചസോൺ എഴുതി തന്നു, അതിൽ ക്യാൻസർ വരില്ലേ? അപ്പം നമ്മൾ അങ്ങനെ തപ്പി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രോഗികൾ ആരെങ്കിലും ചോദ്യമായിരിക്കാം വരുന്നത്. അപ്പോൾ ഈ രോഗികൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഗുരുതരമായ പാർശ്വഫലങ്ങളുള്ള മരുന്നുകളൊന്നും തന്നെ മാർക്കറ്റിലില്ല. ഗുരുതരമായ പാർശ്വഫലങ്ങളുണ്ടെങ്കിൽ ആ മരുന്ന് മാർക്കറ്റിൽ കാണില്ലല്ലോ. അതൊരു കോമൺ സെൻസ് അല്ലേ? അത് അപ്പം തന്നെ ബാൻഡ് ആവില്ലേ? അങ്ങനെ മരുന്നില്ലല്ലോ. കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് അങ്ങനെ ബാൻഡായിട്ടുള്ള ഒരു മരുന്നുമില്ല. കാരണം നന്നായിട്ടാണ് ഇപ്പോൾ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഒരു മരുന്നിന് അങ്ങനെ ഗുരുതരമായൊരു പാർശ്വഫലം ഉണ്ടെങ്കിൽ അത് കമേഴ്ഷ്യൽ ഉപയോഗത്തിന് വരുന്നതിന് മുൻപ് തന്നെ അതങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഗുരുതര പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങളൊന്നും തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസായിട്ട് വരുന്നതേ ഇല്ല. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന ഒരു വസ്തുത, ഓതൻറ്റിക് സൈറ്റ്സ് മാത്രമേ സെർച്ച് ചെയ്യാവൂ. ഓതൻറ്റിക് സൈറ്റ്സ്, അല്ലാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസ്കഷൻ ഫോറംസ്, ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരുപാട് പേര് ഇപ്പോൾ യൂട്യൂബ് ചാനലിലുണ്ട്, ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. അപ്പോൾ വളരെ ഓതൻറ്റിക്കായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ഒരു സയൻറ്റിസ്റ്റ് ആണെന്ന്, റിസർച്ചേഴ്സ് ആണെന്നൊക്കെ തോന്നും. ഓർമ്മയുണ്ട്, ഒരു 5-6 വർഷം മുമ്പ് ഒരാൾ, ഞാൻ മയോ ക്ലിനിക്കിലൊരു ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാ ഔഷധങ്ങളും നിർത്തണം, വെള്ളം കുടിച്ചാൽ മതി, BP-യുടെ മരുന്ന് നിർത്തണം, ഡയബറ്റീസിന് മരുന്ന് നിർത്തണം. അപ്പം എത്ര ലക്ഷം മലയാളികളാണെന്നൊക്കെ നിർത്തി. അല്ലെ, മലയാളി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിഷ്കളങ്കരാണ്. നമുക്ക് 100% സാക്ഷരത ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇപ്പോൾ പ്രമേഹ രോഗ ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമുക്കറിഞ്ഞൂടെ എത്ര വിദ്യാസമ്പന്നരാണ് ഇതൊക്കെ കേട്ടും കണ്ടുമൊക്കെ നിർത്തുന്നത്. ഈവൻ ഡോക്ടേഴ്സിനിടയിൽ പോലും സംശയമുള്ള ആൾക്കാരുണ്ട്. കാരണം MBBS പഠിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്പെഷ്യാലിറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ടുള്ള ബന്ധമില്ലായിരിക്കാം. അപ്പോൾ ശരിക്കോ ഈ പറഞ്ഞത് വലിയൊരു ഡോക്ടറായിരിക്കും, അതുകൊണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് സ്റ്റോപ്പ് ചെയ്യുക. അപ്പം ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഔഷധങ്ങൾ നിർത്തുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഈ ഓർഗനൈസേഷൻസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും, ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചാൽ കിഡ്നി പോകും, കൊളസ്ട്രോൾ മരുന്ന് കഴിച്ചാൽ ലിവർ പോകും. നമ്മളെല്ലാവരും കൊളസ്ട്രോൾ മരുന്ന് കഴിക്കുകയല്ലേ? കാരണം അത് കഴിക്കണം നമുക്കറിയാം. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ കഴിക്കണം നമുക്കറിയാം. ഒരുപാട് ഡോക്ടേഴ്സ് കഴിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ നോർമലാണെങ്കിൽ പോലും അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗൂഗിളിൽ നോക്കിയിട്ടല്ല നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. അഥവാ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഏതെങ്കിലും രോഗത്തെക്കുറിച്ചോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധത്തെക്കുറിച്ചൊരു സംശയം തോന്നുകയാണെങ്കിൽ മരുന്ന് നിർത്തരുത്. അത് ശരിയോ തെറ്റോ എന്ന് ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് അന്വേഷിക്കുക. എന്നിട്ട് ആ ഡോക്ടർ പറയുന്ന പ്രകാരം ചെയ്യുക. ആ ഡോക്ടർ വ്യക്തമായൊരു വിശദീകരണം കൊടുക്കുകയാണെങ്കിൽ അതിൽ തൃപ്തിപ്പെട്ട് ആ മരുന്ന് നമ്മൾ തുടരുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ വൻ അപകടമായിട്ട് മാറും. അതുപോലെ ചികിത്സയിലെ ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചപ്പോൾ ടെക്നോളജിയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരുപാട് ഔഷധങ്ങൾ പ്രമേഹ ചികിത്സയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പുതിയ വന്ന ഔഷധങ്ങളെ പറ്റിയിട്ടും സാർ 2 വാക്ക് പറയുക. കൂടാതെ ഈ അടുത്ത് തന്നെ വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയമാണ് ക്യാൻസറും പ്രമേഹ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെ പറ്റിയിട്ടുള്ളൊരു വിവാദം ഉണ്ടായത്. അപ്പോൾ അതിനെ പറ്റിക്കൊണ്ട് സാർ പറയുക. എനിക്ക് തോന്നുന്നു ഇത് രണ്ടിലും വാസ്തവത്തിൽ വിവാദത്തിൻ്റെ യാതൊരു കാരണവുമില്ല. പ്രമേഹ ചികിത്സയിൽ വന്ന പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രമേഹ ചികിത്സയ്ക്ക് ഒരു മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മരുന്നിൻ്റെ പ്രവർത്തനം പഞ്ചസാര കുറയ്ക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രമേഹ ചികിത്സയ്ക്ക് മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ പുതിയ ശ്രേണിയിൽപ്പെടുന്ന മരുന്നുകൾക്ക് പഞ്ചസാര കുറയ്ക്കുന്നതോടൊപ്പം വൃക്കയിലെ തകരാറ് അത് കുറയ്ക്കുവാനും, അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാനും, ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, മരണനിരക്ക് ഇതൊക്കെ കുറയ്ക്കുവാനും കഴിയുന്ന മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ
10 വർഷം 20 വർഷമായിട്ട് മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ തിരിച്ചറിയുക, അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ പ്രമേഹ രോഗ ചികിത്സയ്ക്ക് മാത്രമായിട്ടാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രമേഹ രോഗ ചികിത്സയ്ക്കും പ്രമേഹ അനുബന്ധ രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു പരിവർത്തനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ പുതിയ ശ്രേണിയിലുള്ള മരുന്നുകൾക്ക് അതിൻ്റെ പ്രവർത്തന രീതി തന്നെ വ്യത്യാസമാണ്. അപ്പോൾ എന്തിന് പുതിയ മരുന്നുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പുതിയ മരുന്നും രൂപപ്പെടുത്തി അത് വിപണിയിലെത്തുമ്പോൾ പ്രമേഹ രോഗികളുടെ ആയുസ് അതൊരു 5-10 വർഷം നമുക്ക് ദീർഘിപ്പിക്കാൻ സാധിക്കുകയാണ്. ഇപ്പോൾ ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് ശരാശരി മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 35 വയസ്സാണ്. അത് കഴിഞ്ഞ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വാക്സിൻസ് കണ്ടെത്തി, ആൻറ്റിബയോട്ടിക്സ് കണ്ടെത്തി, BP-യുടെ മരുന്ന് കണ്ടെത്തി, നമുക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കണ്ടെത്തി. അങ്ങനെ ഓരോ വർഷവും ആയുർദൈർഘ്യം വർദ്ധിക്കുകയാണ്. ഇപ്പോഴേ ശരാശരി മലയാളിയുടെ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ 80 വയസ്സ് കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ആ ആയുർദൈർഘ്യം കൂടുന്നതോടൊപ്പം പ്രായമാകുന്ന വേളയിലും നമുക്ക് ഊർജ്ജസ്വലത, നമ്മൾ ഓർമ്മ അല്ലെങ്കിൽ കായികക്ഷമത അത് നിലനിർത്തുവാനായിട്ടാണ് ഈ നൂതന ശ്രേണിയിലുള്ള മരുന്നുകൾ പ്രമേഹ രോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. ഈ നൂതന മരുന്നുകളെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റൊരു വിഷയം കൂടി നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളുടെ ദേശീയ അന്തർദേശീയ ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ ചാർട്ടായിട്ട് ഡോക്ടർമാരെയൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് 5 ഡിറക്ഷൻസാണുള്ളതല്ലേ. അതിൽ ഇപ്പം ഗ്ലൂക്കോസ് കുറഞ്ഞു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ മരുന്നുകൾ, വണ്ണം കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ വണ്ണം കൂടെ കുറയ്ക്കുവാനായിട്ട് ഈ മരുന്നുകൾ, വൃക്കയിലോ ഹൃദയത്തിലോ തകരാറോ അതിനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഈ മരുന്നുകൾ നിശ്ചയമായിട്ടും കൊടുക്കണം. പക്ഷേ അതിൽ അവസാനം മറ്റൊരു മാനദണ്ഡം കൂടിയുണ്ട്. രോഗികൾക്ക് ഈ മരുന്നുകളൊന്നും താങ്ങാൻ പറ്റുന്നില്ല, അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ ഈ മരുന്നുകൾ കൊടുക്കുക. അതിനെക്കുറിച്ച് ഡോക്ടർ അരുൺ ശങ്കർ വിശദീകരിക്കാമോ? അതായത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻ്റ് സെൻറ്റേർഡ് അപ്രോച്ചിൽ തന്നെയാണ് വരുന്നത്. രോഗിക്ക് താങ്ങാൻ പറ്റുന്ന ചികിത്സാ രീതികൾ സ്വീകരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ആ കാറ്റഗറിയിൽ പുതുതായി പ്രമേഹം നിർണ്ണയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ ചികിത്സ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ തുടരാൻ കഴിയുന്ന രീതിയിലുള്ളതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ രോഗിക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ന് പറയുന്ന ആ പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്കും സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ കുറച്ചും കൂടെ വിലയുള്ള മരുന്നുകൾ എടുക്കാൻ പറ്റാതെ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഒരു രീതിയിലുള്ളൊരു ചികിത്സ സ്വീകരിച്ചാൽ പോലും അവിടെയും നല്ലൊരു രീതിയിൽ തുടർ ചികിത്സ ചെയ്യുന്ന വേളയിൽ പ്രമേഹ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ കഴിയും. അപ്പം രോഗിക്ക് അനുയോജ്യമായ മരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടാസ്ക് തന്നെയാണ്. ഒരു കുറേ സമയം നമുക്ക് ചെലവഴിച്ചാൽ മാത്രമേ രോഗിക്ക് ഏത് ചികിത്സയാണ് അനുയോജ്യമെന്ന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. അതാണ് സാർ ഉദ്ദേശിച്ചത്. സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പുതിയ ശ്രേണിയിലുള്ള ഔഷധങ്ങൾ താങ്ങാൻ കഴിയാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പ്രകാരം ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് ജനറിക് ഔഷധങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയും നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്, രോഗികൾ ഡോക്ടറോട് നേരിട്ട് സംസാരിക്കണം. ഇപ്പോൾ ഡോക്ടറെടുത്ത് പറയണം, ഞാനിവിടെ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ നല്ല ചികിത്സയ്ക്ക് വേണ്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് സാമ്പത്തിക ശേഷി തീരെ കുറവാണ്, അതുകൊണ്ട് എനിക്ക് മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ചികിത്സ സാധിക്കില്ല, പക്ഷേ എനിക്ക് ചികിത്സിക്കണം, അത്യാവശ്യം ചികിത്സയ്ക്ക് ഉപയോഗിക്കാവുന്ന മരുന്നുകൾ തരണം. അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ജനറിക് മരുന്നുകളുണ്ട്, ബയോസിമിലർ ഇൻസുലിൻസ്, നമുക്ക് ഒരു ഫസ്റ്റ് ഗ്രേഡ് അല്ലെങ്കിൽ ഒരു തേർഡ് ഗ്രേഡ് അങ്ങനെ ഒന്നും കൊടുക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത് അല്പമെങ്കിലും മെച്ചപ്പെട്ട ഔഷധങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒരുപാട് ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണ് പ്രമേഹ അനുബന്ധ രോഗങ്ങൾ. ഇപ്പോൾ ഡയാലിസിസിന് അടിമപ്പെടുന്ന രോഗികൾ ആഴ്ചയിൽ 3 പ്രാവശ്യമാണ് ഡയാലിസിസ് ചെയ്യേണ്ടത്. അപ്പോൾ 80 വയസ്സ് കഴിഞ്ഞ പ്രമേഹ രോഗികളിലും ഒരു നല്ലൊരു ശതമാനം ഇപ്പോൾ ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങിക്കഴിഞ്ഞ് നിർത്താൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഈ ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുക പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. പാദവ്രണങ്ങൾ വന്നിട്ട് കാല് മുറിച്ച് മാറ്റപ്പെടുന്ന അവസ്ഥ, ഹൃദ്രോഗം വന്ന് സർജറി ചെയ്യുന്നു അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം പഴയതുപോലെ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ ഇതിനെല്ലാമുള്ള പ്രതിവിധിയും മാർഗങ്ങളും ഉണ്ടായിട്ട് പോലും ഇതൊന്നും തിരിച്ചറിയാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിഷ്കളങ്കരായ മലയാളികൾ പ്രമേഹം ചികിത്സിക്കാതെ പ്രമേഹത്തിൻ്റെ അനുബന്ധ രോഗങ്ങൾ, ഗുരുതരമായ അനുബന്ധ രോഗങ്ങൾ ചികിത്സിക്കുന്നതിൽ ഇപ്പോഴും തിരക്കിലാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചർച്ച ഇവിടെ സംഘടിപ്പിക്കുന്നത്.